എന്താണ് സസ്പെൻസ്? ഇത് പൊളിച്ചു പണ്ടത്തെ നമ്മളെ ഗ്രാമഫോണൊക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെ ഒരു പാക്കറ്റ് ലേസും. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാനിപ്പോൾ ഹിബൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. നമുക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങൾ. ആദ്യത്തെ പ്ലേ ബട്ടൺ, അതേമാതിരി നമ്മൾ അവാർഡ്സ്, രണ്ടാമത്തെ പ്ലേ ബട്ടൺ, ഒരു പ്ലേ ബട്ടൺ കൂടി ഉണ്ട്. അത് നമ്മൾ മുകളിലെ റൂമിൽ വെച്ചാണ്, റൂമിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ. അതേമാതിരി തന്നെ എൻ്റെ വൈഫിൻ്റെ പുതിയൊരു സംഭവം എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വെറൈറ്റി പിൻട്രസ്റ്റ് സാധനങ്ങളൊക്കെ കാണൂലേ, അങ്ങനെ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ ഇതേമാതിരി ഓൺലൈനിൽ ഓർഡർ ചെയ്യുക. ഇപ്പോൾ എന്തോ ചെറിയൊരു കുഞ്ഞ് തൊപ്പിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. മാവ് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഗേറ്റ് അടയ്ക്കാനും തുറയ്ക്കാനും ഒക്കെ കുറച്ച് പണി വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഞാൻ മൂല പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എടുക്കാനും അതേമാതിരി കയറ്റാനൊക്കെ ചെറിയൊരു പാടായി വരുന്നുണ്ട്. ഞാൻ പോകുന്ന വഴി കണ്ട ഒരു സാധനം കാണിച്ചിട്ട്, ഇപ്പോഴത്തല്ല പണ്ടത്തെ നമ്മളെ ഗ്രാമഫോണൊക്കെ ഇല്ലേ, ആ ഒരു പാട്ടിൻ്റെ ഡിസ്ക് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ, അതിങ്ങനെ ഉണ്ട് വയലിൽ വിൽക്കാൻ വെച്ചിട്ട്. പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പണ്ടത്തെ ഒരു ഇതില്ലേ, നമ്മളെ ഗ്രാമഫോൺ സിനിമയിലൊക്കെ ഇല്ലേ, ആ ഡിസ്ക് ഇട്ടിട്ട് ഇങ്ങനെ കറക്കുന്ന, അത് നമ്മളെ നാട്ടിലിങ്ങനെ വയലിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ലാസ്റ്റ് നമ്മൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ ഹിബനോട് ഷുഗർ മാക്സിമം കട്ട് ചെയ്യാൻ പറഞ്ഞു. ഷുഗർ പറ്റുന്നത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ, കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇനി അങ്ങോട്ട് ഷുഗർ ഇല്ലാണ്ട് നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ. അപ്പോൾ ആള് അത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ആള് ഭയങ്കര സ്ട്രിക്റ്റ്ലി ആണ്, ഷുഗറിൻ്റെ ഒന്നും കഴിക്കുന്നില്ല. അതായത് ഇപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിലും ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു ചോക്ലേറ്റ്സിനൊക്കെ കേട്ടോ. പക്ഷേ ഇപ്പം അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറേ കാലത്തിന് ശേഷം ലേസ് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ലേസ് എങ്കിൽ വാങ്ങിച്ചിട്ടുണ്ട്. കത്തർ പഫിക്കാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം. ഒരു ലേസ് എങ്കിൽ വാങ്ങിച്ചുകൊണ്ട് ആശക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച പാവല്ല, നമുക്ക് ഒരു ലേസ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പോകുന്നതായി അതെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, വേറെ ഒന്നും കഴിക്കുന്നില്ല അപ്പം അങ്ങനെ. അപ്പം അങ്ങനെ ഒരു പാക്കറ്റ് ലേസും 10 റുപ്യൻ്റെ കുഞ്ഞ് പാക്കറ്റ് ലേസും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടിയൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്നും അത്താണി വരെ എത്താൻ ഒരു കുഴപ്പമില്ല. അവിടുന്ന് ഒരു ഇവൻ്റെ വീട്ടിലേക്കുള്ള 1.5 കിലോമീറ്റർ പോകണമെങ്കിൽ ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. കാരണം അത് അത്രയും മോശം റോഡാണ്. അതാണ് ഇവിടെ വീട്ടിൽ വരുമ്പോഴുള്ള ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അങ്ങോട്ട് പോവാൻ ഭയങ്കര മോശം റോഡാണ്. ഇപ്പം ഇത് പൊളിച്ചു വെക്ക്, പൊളിച്ചു വെക്ക്. ഒരു നല്ല അടിപൊളി സാധനം ഓളെന്നെ ബുക്ക് ചെയ്താ, ഇങ്ങനെ ബുക്ക് ചെയ്താ, അവിടെ ക്യൂരിയസ് ആയിട്ട് വേണ്ടല്ലോ. ക്യൂർ തൊപ്പി കേട്ടോ, നമ്മളെ പിൻട്രസ്റ്റ് തൊപ്പി. കാണാത്ത ഡ്രസ്സല്ലേ, ഒരു മഞ്ഞ കളർ. അതിനല്ലോ മഞ്ഞ കളർ തന്നെ അല്ലേ? ഇട്ട് നോട്ടെ. രസമുണ്ട്, നല്ല നൈസ് ആയിട്ടുണ്ട്. നോട്ടെ, കുഞ്ഞാണോ? നല്ല രസമല്ലേ ഗൈസ് ഈ തൊപ്പിയാണേ? കുഞ്ഞൊന്നല്ല, രസമുണ്ട്, നൈസ്. ഞാനിപ്പോ പറയാൻ പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഇല്ല, പറയുന്നതാ. ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതെന്താന്നുള്ളത് പറയാൻ പറ്റും, ഗസ് ചെയ്യാൻ പറ്റും. എന്താ? മധുരമായിരിക്കില്ല ഉറപ്പാ? മധുരം ഓപ്ഷൻ ഇല്ലല്ലോ. പറയ്, ഗസ് ചെയ്യ്, നോക്കട്ടെ എന്താ നിങ്ങൾ വായിന്ന് വരാൻ. ലസാനി. പിന്നെ വേറൊന്നുമില്ല. വെറും ലസാനി. ഞങ്ങൾ പറയില്ല, നിങ്ങൾ വിചാരിക്കുന്ന സാധനം ഒന്നല്ല. ഞാൻ റെയർ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. ചീസോ? ചീസ് നഗറ്റ്സ്. എന്താ പറയേ? എന്തൊക്കെ ഉണ്ട് കൊണ്ടുപോകുന്നുണ്ട്, പോയി നോക്കട്ടോ. എന്താണ് സസ്പെൻസ്? സസ്പെൻസ് ഒന്നും ആയിക്കില്ല, ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ആക്കി വെച്ചിട്ട് മക്രോണിയാ? മക്രോണി ഒന്നല്ല. പിന്നെന്താ? മക്രോണി പോള. അത് ഞാൻ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മളെ കമന്റിൽ കുറച്ച് ആൾക്കാരെങ്കിലും വന്നിട്ട് പറയും റെസിപ്പീസ് ഷെയർ ചെയ്യാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം സിമ്പിളായിട്ട് ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി. ഇടയ്ക്ക് ഞാൻ ഇത് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിക്കണ്. ഇതൊരു ഉള്ളിയാ, പക്ഷെ വലിയ ഉള്ളിയായി പോയി. ഒറ്റ വലിയ ഉള്ളിയാണ്, പക്ഷെ അത് വലുതായി പോയി. ഇതിന് കഷ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിക്കണ്. അപ്പൊ നമുക്ക് ചെറിയൊരു ഉള്ളിന്റെ ആവശ്യം ഉള്ളൂ.
ഞാൻ ലൈറ്റ് ഇട്ടാ. പിന്നെ ഇവിടെ ലൈറ്റ് ലേശം കുറവുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് വെളിച്ചം കൂട്ടിക്കണം. ഞാൻ വിചാരിച്ചേ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പറയാലോന്ന് വിചാരിച്ചിട്ട്. നമ്മള് സമൂസക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേമാതിരി ഒരു ഫില്ലിങ് ഉണ്ടാക്കണം. മക്രോണി വേവിച്ച് വെച്ചിക്കണം, അതേ ഉള്ളൂ. ബാക്കി എന്നിട്ട് ഇത് ഞാൻ അപ്പോഴത്തേക്ക് ഈ ഫില്ലിങ് ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. എന്നോട് അരമണിക്കൂർ വരാൻ പറഞ്ഞു, ഞാൻ അരമണിക്കൂർ വേണ്ട വന്നതാ. കഴിഞ്ഞോണ്ടിരിക്കുന്നു. എന്താണ് സംഭവം? ആഷിക്ക് നഗറ്റ്സ് എന്ന് പറയുമ്പോ പിന്നെ നമ്മളിങ്ങനെ നഗറ്റ്സ് ഇല്ല. ഗൈസ്, ചീസ് നഗറ്റ്സ് ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. അതിനുള്ള ചീസൊക്കെ ഇടുകയുള്ളൂ, നല്ല ടേസ്റ്റ് അത്. പക്ക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക നഗറ്റ്സ് അതേമാതിരി കാക്കി തരും ആള്. അത്രക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ നമ്മൾ ലാസ്റ്റ് 2 വർഷം ഉണ്ടാക്കിയപ്പോൾ നല്ല സെറ്റായിട്ട് വന്നിരുന്നല്ലേ. എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഞാൻ പറയാം, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ ഇല്ലെന്നുള്ള. നമ്മളെ മറ്റേ സാധനത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സാധനം? ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളി ഇവിടെ വാടി കഴിഞ്ഞു, ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റേ സാധനത്തിന് ഒക്കെ വയ്യേ വരും. ഇത് നമ്മള് സമൂസന്റെ പറഞ്ഞില്ലേ, അതാണിത്. മക്രോണി. ഇത് മക്രോണി കിടാറല്ലേ? മക്രോണി കിടാൻ. ഇത് നമ്മള് ചിക്കന് വേവിച്ച സ്റ്റോക്ക്, ചിക്കന്റെ സ്റ്റോക്ക്. ഇനി കോഴിമുട്ടയും കൂടെ വേണം, അത് നമുക്ക് നോക്കിയിട്ട് എടുക്കാം. അപ്പൊ നമ്മളെ ഈവനിങ് സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് 3 ഡിഷായി. നഗറ്റ്സ്, മക്രോണി, 2 ഡിഷ്. അതെ, ഇനിയിപ്പോ മക്രോണി വേവിച്ച വെച്ച മക്രോണി നമ്മൾ ഇതിലേക്ക് ഇടാട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കുക. വേറെ പണിയൊന്നുമില്ല, സിമ്പിളാ. ഉണ്ടോ? പൂതി വരണം. പൂതി വന്നാൽ പിന്നെ ആ സ്പോട്ടിൽ ഉണ്ടാക്കിയേ പറ്റൂല. പൂതി വന്നാൽ പിന്നെ ഓള് അങ്ങനെ നാളാക്കാം മറ്റന്നാളാക്കാം ആ പരിപാടി ഒന്നുമില്ല. സ്പോട്ടിൽ സാധനം കിട്ടണം, സ്പോട്ടിൽ ഉണ്ടാക്കണം, സ്പോട്ടിൽ കഴിക്കണം. അതാണ്. ഇനിയിപ്പോൾ 2 കഴിക്കാനുള്ള പൂതി വന്നിട്ടുണ്ടെങ്കിൽ 2 സ്പോട്ടിൽ ഉണ്ടാക്കണം. 3 കഴിക്കാനുള്ള പൂതി വന്നാൽ 3 ഉണ്ടാക്കണം. അല്ലേ? നമ്മളങ്ങനെ കാത്തുക്കൊന്നില്ല. നമുക്ക് അപ്പം ഇന്ന് പൂതി വന്നാൽ ഇന്ന് കഴിക്കണം. അല്ല നാളത്തേക്ക് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നാൽ പൂതി നാളെ രാവിലെ നമ്മൾ കഴിയും. അപ്പം നമ്മൾ എന്താ പറയുക, സ്പോട്ട് ഉണ്ടാക്കി കൊടുത്താൽ, സാധനം വാങ്ങിച്ചു കൊടുത്താൽ സ്പോട്ട് ഉണ്ടാക്കി തരും. ഇത് കണ്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ കോഴിമുട്ട ഇട്ടിട്ടില്ല, നമ്മൾ കോഴിമുട്ടയും കൂടെ ഇടാം. അപ്പൊ ഫൈനലി നമ്മളെ എന്താ പറയാ ഐറ്റംസ് റെഡി ആക്കില്ലേ? എനിക്ക് ഫോട്ടോ എടുക്കാൻ പറഞ്ഞേക്കെന്റെ ആവശ്യമുണ്ട് മോളെ. ഇത് കണ്ടോ, ഫുള്ള് ചീസി തുറന്നു വെച്ചത്. ഇതിന്റെ വീണ്ടുള്ളിൽ ചീസ് ഒഴിച്ചു വയ്ക്കുന്നു. വീണ്ടുള്ളിൽ